ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ദൈവവചനത്തിൻ്റെ വലിയ അഭിഷേകം നമ്മിൽ വന്ന് നിറയാൻ ആഗ്രഹിച്ച് ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഈ വചന ശുശ്രൂഷയുടെ സമയം മുഴുവൻ ദൈവവചനത്താൽ ഞങ്ങളെല്ലാവരും സുഖമാക്കപ്പെടുന്നതിനും ശക്തിപ്പെടുന്നതിനും കർത്താവെ അങ്ങയുടെ ഇഷ്ടം നിറവേറ്റുന്നതിനുള്ള അങ്ങയുടെ ഭക്തരായ മക്കളായി ഞങ്ങളെല്ലാവരും മാറുന്നതിനും ഈ സമയം ഇടയാകണമേ. പരിശുദ്ധ കന്യകാമാതാവേ, അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങൾ യാചിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനിൽ, കർത്താവ് ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനിൽ, കർത്താവ് കടാക്ഷിക്കുന്ന ഒരു മനുഷ്യനിൽ, അതായത് കർത്താവിൻ്റെ ഭക്തനിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാകണമെന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനിൽ, കർത്താവ് ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനിൽ, കർത്താവിൻ്റെ പ്രിയപ്പെട്ട ഒരു മനുഷ്യനിൽ കർത്താവ് എന്താണ് പ്രതീക്ഷിക്കുക? കർത്താവ് കടാക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനിൽ നിന്ന് കർത്താവ് എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരാളായി തീർന്നാൽ കർത്താവിൻ്റെ കടാക്ഷം എനിക്കുണ്ടാകും. കർത്താവിൻ്റെ അമ്മ പറഞ്ഞതുപോലെ തൻ്റെ ദാസിയുടെ താഴ്മയെ കർത്താവ് കടാക്ഷിച്ചു. അപ്പോൾ കർത്താവ് കടാക്ഷിക്കുന്നത് എന്താണെന്ന് കർത്താവിൻ്റെ വചനത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഏശയ്യായുടെ പുസ്തകം 66-ാമത്തെ അധ്യായത്തിൽ വചനം ഇങ്ങനെ പറയുകയാണ്: ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുകയും എൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. ആത്മാവിൽ എളിമയും അനുതാപവും ഹൃദയത്തിൽ കർത്താവിൻ്റെ വചനം ശ്രവിക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് കർത്താവ് കടാക്ഷിക്കുക. അതുകൊണ്ട് പരിശുദ്ധ അമ്മ പറഞ്ഞത് തൻ്റെ ദാസിയുടെ താഴ്മയെ കർത്താവ് കടാക്ഷിച്ചു. അപ്പോൾ കർത്താവിൻ്റെ കടാക്ഷം ആഗ്രഹിക്കുന്ന എല്ലാ വ്യക്തികളും ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്: ആത്മാവിൽ എളിമയും അനുതാപവും, കർത്താവിൻ്റെ വചനത്തോട് വലിയ ഒരു താല്പര്യവും ഒരു വ്യക്തിക്ക് ഉണ്ടായാൽ ആ വ്യക്തിയെ കർത്താവ് കടാക്ഷിച്ച് അനുഗ്രഹിക്കും. അങ്ങനെയുള്ള ആളുകളെയാണ് ഏശയ്യ പ്രവാചകൻ ദൈവത്തിൻ്റെ ഭക്തൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ള ആളുകളെ ദൈവത്തിൻ്റെ ഭക്തനാകണമെങ്കിൽ ഈ ഒരു കാര്യം ഉണ്ടാകണം. ബാക്കിയെല്ലാം ഉണ്ടായിരിക്കുകയും ഈ 3 കാര്യങ്ങൾ, ആത്മാവിൽ എളിമ, ഹൃദയത്തിൽ അനുതാപം, കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ ഒരു വലിയ അഭിഷേകം, ഇത് 3ഉം ഒഴിവായാൽ അവൻ ദൈവത്തിൻ്റെ ഭക്തനായി തീരാൻ സാധ്യതയില്ല. ഈ ഒരു 3 കാര്യം എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ദൈവ കടാക്ഷത്തിനായി നമ്മൾ ഒരുങ്ങാനായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഏശയ്യ പ്രവാചകൻ വലിയ ഒരു വിശുദ്ധനായ വ്യക്തിയാണ്. ഏശയ്യ പ്രവാചകൻ്റെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ അദ്ദേഹത്തിൻ്റെ ദൈവാനുഭവം അദ്ദേഹം നമുക്ക് പറഞ്ഞു തരികയാണ്. വലിയൊരു ദൈവാനുഭവത്തിലേക്ക് ഏശയ്യ പ്രവാചകനെ ദൈവം കൊണ്ടുപോവുകയാണ്. ദൈവത്തിൻ്റെ ഒരു ദർശനം ഏശയ്യയുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഏശയ്യയ്ക്ക് വലിയൊരു ദർശനം ദൈവം കൊടുക്കുകയാണ്. ഈ ദർശനം കിട്ടുന്ന മാത്രയിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുതാപവും അദ്ദേഹത്തിൻ്റെ എളിമയും, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ അദ്ദേഹം വിറച്ച്, അത് ഒരു പ്രത്യേകമായൊരു അനുഭവമാണത്. അതിലേക്ക് ആ മനുഷ്യൻ കടന്നു വരുന്നത് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഏശയ്യയുടെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാം. അദ്ദേഹം കർത്താവിനോട് പറയുന്ന ഒരു കാര്യം ഇതാണ്: കർത്താവേ, ഞാൻ അശുദ്ധനാണ് കർത്താവേ. അശുദ്ധമായ അധരങ്ങൾ ഉള്ളവരുടെ മധ്യേ വസിക്കുന്നവനാണ് കർത്താവേ. ഞാൻ എങ്ങനെ നിൻ്റെ മുമ്പിൽ നിൽക്കും? എങ്ങനെ ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കും? കർത്താവിൻ്റെ മുമ്പിൽ ഞാൻ അത്രയും അശുദ്ധനാണെന്ന് ആ വ്യക്തി ദൈവത്തിന് മുമ്പിൽ ഏറ്റുപറയുകയാണ്. കർത്താവ് ഈ ഒരു ഹൃദയ ആഭിമുഖ്യമുള്ള ആളെ കർത്താവ് കടാക്ഷിച്ചു. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവ് അവനെ കടാക്ഷിച്ചു, കർത്താവ് അവനെ അനുഗ്രഹിച്ചു, കർത്താവ് അവനെ ഉയർത്തി.
കർത്താവ് അവനോട് പറഞ്ഞു, നീ ഭയപ്പെടേണ്ട. ഒരു സെറാഫ് പോയി തീക്കട്ട പോലെയുള്ള ഒരു കാര്യം എടുത്ത്, തീ കത്തുന്ന ഒരു തീക്കനൽ എടുത്ത് ഏശയ്യായുടെ നാവിൽ തൊട്ടുകൊണ്ട് പറഞ്ഞു, നീ ഇപ്പോൾ ശുദ്ധനായിരിക്കുന്നു. കർത്താവ് അവനെ കടാക്ഷിക്കുകയാണ്. അവൻ്റെ എളിമ, അവൻ്റെ അനുതാപം കർത്താവിൻ്റെ മുമ്പിൽ, കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ കർത്താവിൻ്റെ മുമ്പിൽ അവൻ വിറയ്ക്കുകയും ചെയ്യുന്ന ഒരു ആ മകനെ കർത്താവ് അഭിഷേകം ചെയ്ത് ശക്തിപ്പെടുത്തി പ്രിയമുള്ള സഹോദരങ്ങളെ അയക്കുകയാണ്. എത്ര പേരാണ് ഏശയ്യ മൂലം രോഗശാന്തി ലഭിക്കാനായിട്ടിടയായത്? എത്രയോ ആളുകൾക്കാണ് ഇന്ന് നമ്മൾ വായിച്ചു കേട്ട വചനം അത് തന്നെയാണ്, ഏശയ്യയുടെ പുസ്തകത്തിലുള്ള വചനമാണ്. എത്രയോ ആളുകൾക്കാണ് ഏശയ്യയുടെ വചനം മൂലം വലിയ സൗഖ്യം ഉണ്ടായത്. വചനം, ദൈവവചനം ഏശയ്യയിലൂടെ വന്നത് എത്രയോ പേർക്ക്. ഞാൻ നെസ്റ്റ് ഡി അഡിക്ഷൻ സെൻറ്ററിൽ ഒരു മദ്യമയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുന്നത്. ഞാൻ എപ്പോഴും പറയുന്നൊരു വചനം ഇതാണ്, ഏശയ്യയുടെ പുസ്തകത്തിൽ നിന്നാണ്. നീ എനിക്ക് പ്രിയങ്കരനും വിലപ്പെട്ടവനും അമൂല്യനുമാണ്. ഏത് വ്യക്തിയോടും ആ വചനം നമുക്ക് പറയാനായിട്ട് പറ്റും. കർത്താവ് അഭിഷേകം ചെയ്ത് കടാക്ഷിച്ചു കൊണ്ടുവന്ന മകനാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഏശയ്യ പ്രവാചകൻ. ഇങ്ങനെ കർത്താവ് ഭക്തരെ കടാക്ഷിക്കുമെന്ന് കർത്താവ് വാഗ്ദാനം ചെയ്തതാണ്. അതിലൊരു മാറ്റം ഉണ്ടാവില്ല. ഇനി ഭക്തന്മാർക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ കർത്താവ് അവരുടെ നേരെ കൈനീട്ടും. കർത്താവിൻ്റെ ഭക്തരെ ആരെങ്കിലും തൊട്ടാൽ കർത്താവ് ആ ഭക്തനെ സംരക്ഷിക്കും. തൊട്ടവനെതിരെ കർത്താവ് തീർച്ചയായും കർത്താവിൻ്റെ കരങ്ങൾ ഉയർത്തും. ഒരു ശിക്ഷ എന്നുള്ളതിനപ്പുറം ഒരു ശിക്ഷണം കർത്താവ് നൽകും. ശിക്ഷ ദൈവത്തിൻ്റെ ഒരു രീതിയല്ല, നമുക്കറിയാം. ഒരു വലിയൊരു ശിക്ഷണം, ഒരു വലിയൊരു ശിക്ഷണത്തിലൂടെ അവരെ കടത്തിവിടും. സങ്കീർത്തന പുസ്തകം 52-ാമത്തെ അധ്യായത്തിൽ കർത്താവിൻ്റെ ഭക്തരെ എങ്ങനെയാണ് കർത്താവ് നോക്കുക, എങ്ങനെ വചനം പറയുക? ശക്തനായ മനുഷ്യ, നിനക്ക് വലിയ ശക്തിയൊക്കെ ഉണ്ടാകാം, നീ ഭയങ്കര കഴിവുള്ളവനാകാം. ശക്തനായ മനുഷ്യ, ദൈവഭക്തനെതിരെ ചെയ്ത ദുഷ്ടതയിൽ നീ എന്തിന് അഹങ്കരിക്കുന്നു? ഒരു ദൈവഭക്തനെതിരെ നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നീ അനുദപിക്കുകയാണ് ചെയ്യേണ്ടത്, അഹങ്കരിക്കുകയല്ല. കാരണം അവനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ആരാ? കർത്താവ്. കർത്താവിൻ്റെ വചനം എൻ്റെ പ്രിയ സഹോദരങ്ങളെ ഇങ്ങനെ പറയുക, ദൈവം നിന്നെ എന്നേക്കുമായി തകർക്കും. ദൈവഭക്തനെ തൊട്ടവനെ കർത്താവിൻ്റെ വചനം നമുക്ക് പറഞ്ഞു തരികയാ, അവനെ ദൈവം തകർക്കും. അവനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. അതെപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകണം കേട്ടോ. നിന്നെ കൂടാരത്തിൽ നിന്ന് അവിടുന്ന് വലിച്ചെടുത്ത് ചീന്തിക്കളയും. ആരെ? ദൈവഭക്തനെ. ആത്മാവിൽ എളിമയും, മറ്റുള്ളവരെ ശപിക്കാൻ പാടില്ല, ആത്മാവിൽ എളിമ വേണം, അനുതാപം വേണം, മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല, ഹൃദയത്തിൽ അനുതാപം വേണം. ദൈവവചനം കേൾക്കുമ്പോൾ അഭിഷേകത്തോടെ നിൽക്കണം. അങ്ങനെ ഒരാളെ കർത്താവ് സംരക്ഷിക്കും. അങ്ങനെ ഒരാളാണ് വിശുദ്ധനായ ഏശയ്യ പ്രവാചകൻ. ഇനി ഏശയ്യ പ്രവാചകനെ വധിച്ച മനുഷ്യൻ മനാസെ എന്ന് പറയുന്ന രാജാവാണ്. ഇസ്രായേലിൻ്റെ ഒരു രാജാവായിരുന്നു മനാസെ. ഏറ്റവും ദുഷ്ടനായ രാജാക്കന്മാരിൽ ഒരു രാജാവാണ് മനാസെ രാജാവ്. മനാസയുടെ പിതാവാണ് ഹെസക്കിയ. ഹെസക്കിയയെ പറ്റി വചനം പറയുന്നത് ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ള രാജാക്കന്മാരിൽ, ഏറ്റവും പ്രധാനപ്പെട്ട രാജാക്കന്മാരിൽ ഒരാളാണ് ഹെസക്കിയ രാജാവ്. ഹെസക്കിയ രാജാവ് രോഗബാധിതനായി മരിക്കാറായപ്പോൾ ഏശയ്യ പ്രവാചകൻ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് അദ്ദേഹത്തിന് രോഗശാന്തി കിട്ടിയത്. അദ്ദേഹത്തിന് മക്കളില്ലായിരുന്നു. ഏശയ്യ പ്രവാചകന്റെ പ്രത്യേകമായ പ്രാർത്ഥന ദൈവം കൽപ്പിച്ചിട്ടുള്ളത് ഏശയ്യ പ്രവാചകൻ ചെയ്തു. അദ്ദേഹം വളരെ എളിമയുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ കരങ്ങൾ കൊണ്ടല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ദൈവമാണ് സുഖപ്പെടുത്തുന്നത്. അങ്ങനെ ദൈവം സുഖപ്പെടുത്തിയ ഹെസക്കിയ സൗഖ്യമായതിനു ശേഷം ഉണ്ടായ മകനാണ് മനാസെ. ഈ മനാസയുടെ കരങ്ങൾ കൊണ്ടാണ് ഏശയ്യ പ്രവാചകൻ വധിക്കപ്പെടുന്നത്. മനാസയാണ് ഏശയ്യ പ്രവാചകനെ കൊല്ലുന്നത്. ദൈവഭക്തനെതിരെ ആരെങ്കിലും കരങ്ങൾ ഉയർത്തിയാൽ, ദൈവഭക്തനെതിരെ ആരെങ്കിലും പ്രവർത്തിച്ചാൽ ദൈവഭക്തൻ അതിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട കാര്യം ഇല്ല. അവൻ്റെ ആത്മാവിലുള്ള എളിമ നഷ്ടപ്പെടുത്താതിരുന്നാൽ, ഹൃദയത്തിലുള്ള അനുതാപം നഷ്ടപ്പെടുത്താതിരുന്നാൽ, മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെ ശപിക്കാതെ ഇരുന്നാൽ, ദൈവവചനത്തിൽ ആശ്രയം കണ്ടെത്തി അഭിഷേകത്തോടെ നിന്നാൽ ദൈവമാണ് അവനെ രക്ഷിക്കുക. സങ്കീർത്തനം 52 പറയുന്നത് പോലെ അതുപോലെ തന്നെ ദൈവം പ്രവർത്തിക്കുകയാണ്. സഹോദരങ്ങളെ, ദിനവൃത്താന്ത പുസ്തകം എടുത്താൽ
ദിനവൃത്താന്ത പുസ്തകത്തിൽ, രാജാക്കന്മാരുടെ പുസ്തകമൊക്കെ കഴിഞ്ഞതിന് ശേഷം വരുന്ന പുസ്തകമാണ് ദിനവൃത്താന്ത പുസ്തകം. 33-ാമത്തെ അധ്യായത്തിൽ ഏശയ്യാ പ്രവാചകന്റെ മേൽ കൈവച്ച, ദൈവഭക്തന്റെ മേൽ കൈവച്ച മനാസയെ ദൈവം ശിക്ഷണം നൽകിയാണ്. സാധാരണ ശിക്ഷണമല്ല, അതികഠോരമായ, വചനം പറഞ്ഞതുപോലെ നിന്റെ കൂടാരത്തിൽ നിന്ന് നിന്നെ വലിച്ചെടുത്ത് ചീന്തിക്കളയും എന്ന് കർത്താവ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ, ലിറ്ററലി അതുപോലെ തന്നെ ദൈവം പ്രവർത്തിക്കുകയാണ്. നിങ്ങൾ വചനം 33-ാമത്തെ അധ്യായം 11-ാമത്തെ തിരുവചനം. അതിനാൽ ശ്രദ്ധിച്ചു കേൾക്കണം, കർത്താവ് അസറിയ രാജാവിൻ്റെ സേനാധിപന്മാരെ അവർക്കെതിരെ അയച്ചു. ആരയച്ചത്? കർത്താവ് അയച്ചു. വചനം അങ്ങനെ പറയുന്നത്, അവർ തന്നെ പോയി എന്നല്ല പറയുന്നത്. കർത്താവ് അസറിയ രാജാവിൻ്റെ സേനാധിപന്മാരെ അവർക്കെതിരെ അയച്ചു. അങ്ങനെയാണ് വചനം, അങ്ങനെ ഒരു കാഴ്ചപ്പാടിലൂടെയാണ് വചനം പോകുന്നത് സഹോദരങ്ങളെ. ചിലപ്പോൾ അസറിയ രാജാവ് സേനാധിപന്മാരെ അയച്ച പോലെയായിരിക്കും സാധാരണ ഒരു മനുഷ്യൻ കാണുക. എന്നാൽ ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ വരുന്ന ദൈവത്തിൻ്റെ വചനം, ആ വചനം പറയുക കർത്താവ് അയച്ചു. എന്നിട്ട് കർത്താവ് എന്താ ചെയ്ത്? അവർ മനാസയെ കൊളുത്തിട്ട് പിടിച്ച് ഓട്ട് ചങ്ങലകളാൽ ബന്ധിച്ച് ബാബിലോണിലേക്ക് കൊണ്ടുപോയി, അടിമയായി കൊണ്ടുപോയി. ആരെ? ദൈവഭക്തന്റെ മേൽ കൈവച്ച ഒരു വ്യക്തിയെ. അവൻ്റെ അടുത്ത് പിന്നെ കൈവയ്ക്കാൻ പോകുന്നത് ദൈവമാണ്. പക്ഷെ അവൻ്റെ ആത്മാവിലുള്ള എളിമയും അനുതാപവും ദൈവവചനം കേൾക്കുമ്പോൾ, അതുകൊണ്ട് സഹോദരങ്ങളെ, പള്ളിയിലേക്കൊക്കെ കയറുമ്പോൾ ഒരു ദൈവഭക്തൻ, അസീസി പുണ്യാളൻ മുട്ടുകുത്തിയതുപോലെ, അസീസി പുണ്യാളൻ കർത്താവിൻ്റെ ആലയം എവിടെയാണോ അവിടെ മുട്ടുകുത്തും. ആ വഴിയിലൂടെ നടന്നു പോകുന്നുണ്ടെങ്കിൽ, വഴിയിൽ ചെളിയാണെങ്കിലും ചേറാണെങ്കിലും എന്താണെങ്കിലും അവിടെ മുട്ടുകുത്തും. നമ്മൾ കാറിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ കർത്താവിൻ്റെ ഒരു ആലയം കടന്നു പോകുന്നുണ്ടെങ്കിൽ, കർത്താവ് കടാക്ഷിക്കണമെന്ന് ആഗ്രഹം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ അവിടെ മുട്ടുകുത്തിയേക്കണം. വണ്ടിയിൽ മുട്ടുകുത്താൻ പറ്റില്ല, പക്ഷെ കുരിശ് വരച്ചേക്കണം. എവിടെയാണോ കർത്താവിൻ്റെ ആലയമുള്ളത്, കർത്താവിൻ്റെ വചനമുള്ളത്, കർത്താവിൻ്റെ സാന്നിധ്യമുള്ളത്, അവിടെ നമ്മൾ മുട്ടുകുത്തിയേക്കണം സഹോദരങ്ങളെ. അങ്ങനെ കർത്താവ് അവനെ സംരക്ഷിക്കുകയാണ്. ഇനി രണ്ടാമതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു വ്യക്തി വളരെ വലിയ വിശുദ്ധനായ വിശുദ്ധ ഏലിയ പ്രവാചകനാണ്. ഏലിയ പ്രവാചകനെ നമ്മൾ കാണുന്നത് രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകത്തിൽ 17-ാമത്തെ അധ്യായം തുടങ്ങി ഏലിയ പ്രവാചകനെ നമ്മൾ കാണുന്നുണ്ട്. 2 രാജാക്കന്മാരുടെ പുസ്തകം ആദ്യത്തെ 2 അധ്യായങ്ങൾ വരെ ഏലിയ പ്രവാചകൻ എന്ന് പറയുന്ന വലിയ ദൈവഭക്തനായ മനുഷ്യൻ, ആ മനുഷ്യനെ വളരെ വേദനയോടെ നാടുവിടുന്ന രംഗം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. ദൈവഭക്തനായതുകൊണ്ട് ഒരു സഹനം ഉണ്ടാവില്ല എന്ന് നമ്മൾ വിചാരിക്കരുത്, ഒരു കഷ്ടപ്പാടും ഉണ്ടാവില്ല എന്ന് വിചാരിക്കരുത്. ഞാൻ ദൈവത്തിൽ ആശ്രയിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് കഷ്ടവും സഹനമാണല്ലോ വരുന്നതെന്ന് ആരും പറഞ്ഞേക്കരുത്. കാരണം കർത്താവ് അതിനെയൊക്കെ ടേൺ ചെയ്യും, മാറ്റും. റോമ 8:28 പറയുന്നത് പോലെ എല്ലാം അവിടുന്ന് നന്മയ്ക്കായി മാറ്റും. തൻ്റെ ഭക്തനാണോ, ഭക്തൻ്റെ നന്മയ്ക്കായി ദൈവം എല്ലാറ്റിനെയും മാറ്റും. അതുകൊണ്ട് ആരും ഭയപ്പെടേണ്ട ആവശ്യം ഒട്ടും തന്നെയില്ല. കർത്താവിനോടുള്ള ഭക്തിയിൽ നിലനിന്നാൽ മാത്രം മതിയാകും സഹോദരങ്ങളെ. അതിന് ഈ കാര്യങ്ങൾ, 3 കാര്യങ്ങൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. അങ്ങനെ ഏലിയ പ്രവാചകൻ വലിയ വേദനയോടെ അദ്ദേഹം നാടുവിടുകയാണ്. കാർമൽ മലയിലെ ബലിയർപ്പണത്തിനൊക്കെ ശേഷം, വലിയ അത്ഭുതങ്ങളൊക്കെ ചെയ്തതിന് ശേഷം, ഒരിക്കലും മഴ പെയ്യില്ലെന്ന് പറഞ്ഞ് മഴ പെയ്യിപ്പിച്ചതിന് ശേഷം അദ്ദേഹം 1 രാജാക്കന്മാർ 19-ാമത്തെ അധ്യായത്തിൽ ആ മനുഷ്യൻ മരുഭൂമിയിലേക്ക് ഓടിപ്പോവുകയാണ്. മരുഭൂമിയിൽ ചെന്ന് ആ മരുഭൂമിയുടെ ഏകാന്തതയിൽ തകർന്ന് ആ മനുഷ്യൻ കിടക്കുകയാണ്. ആ മനുഷ്യൻ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, എൻ്റെ പിതാക്കന്മാരെക്കാൾ ഒട്ടും ഭേദമല്ല ഞാൻ, എൻ്റെ പ്രാണനെ നീ സ്വീകരിച്ചാലും. എൻ്റെ അപ്പനും അപ്പൻ്റെ അപ്പനും പിതാക്കന്മാരെക്കാൾ ഒട്ടും ഭേദമല്ല ഞാൻ, ഒട്ടും നല്ലവനല്ല ഞാൻ. ഇതെന്തൊരു എളിമയാണെന്നറിയാമോ സഹോദരങ്ങളെ? പലപ്പോഴും നമ്മളൊക്കെ അമ്മയ്ക്ക് എന്തറിയാം, അല്ലെങ്കിൽ അപ്പച്ചന് എന്തറിയാം എന്നൊക്കെ പറയുന്ന ആളുകളാണ്. അവരെക്കാൾ കുറെ കൂടിയൊക്കെ മെച്ചപ്പെട്ട ആളാണ് ഞാനെന്ന് വിചാരിക്കുന്ന ആളാണ്. ഫരിസേയനും ചുങ്കക്കാരൻ്റെയും പ്രാർത്ഥനയിൽ ആ ഫരിസേയൻ പ്രാർത്ഥിച്ചതുപോലെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നവരാണ്, ദശാംശം കൊടുക്കുന്നവരാണ്, പള്ളിയിൽ പോകുന്നവരാണ്. പക്ഷെ ഭക്തനാണോ? അല്ല. കാരണം എന്നാ? പലപ്പോഴും ഈ ഫരിസേയൻ ചുങ്കക്കാരനെ നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ അവനേക്കാൾ
മെച്ചപ്പെട്ടവനാണ്. കണ്ടോ, എളിമ അവന് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. നമ്മുടെ ഉള്ളിലും ഈ സംഗതി വളരെയധികം ഉണ്ട്. ഞാൻ ചില സമയങ്ങളിൽ ശ്രദ്ധിക്കാറുള്ളൊരു കാര്യം, ഒരു പള്ളിയിൽ പോയിട്ട് സഹോദരങ്ങളെ വിശുദ്ധ ബലി അർപ്പിച്ച് വിശുദ്ധ കുർബാന കൊടുത്ത് ഞാൻ പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് കാറുകൾ ധാരാളം, ആ പള്ളിയുടെ മുറ്റത്ത് കാറുകൾ ധാരാളം കിടക്കുന്നുണ്ട്. ഞാൻ കുർബാനയ്ക്ക് കൊടുത്ത ഒരു മകൻ അവിടെ നിന്ന് വേറൊരുത്തനെ ചീത്ത പറയാണ്. അവൻ്റെ നാവിൽ നിന്ന് തൊണ്ട വരെ കുർബാന എത്തിയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഈ കുർബാന കഴിഞ്ഞ് വേഗം ഇറങ്ങി കാറിൽ വന്ന് കയറിയിട്ട് വേറെ കാറുകാരനെ അയാളിരുന്ന് ചീത്ത പറയുകയാണ്. ഇവൻ ദൈവത്തിൻ്റെ ഭക്തനാണോ? ശരിക്കും പള്ളിയിൽ പോകുന്നുണ്ട്, ദശാംശം കൊടുക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, ഭക്തനായി തീർന്നിട്ടുണ്ട്. അവനെ കർത്താവ് കടാക്ഷിക്കും. എനിക്ക് അറിഞ്ഞുകൂടാ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. എൻ്റെ വിചാരം അവന് കടാക്ഷത്തിന് വേണ്ടി ഒരുപാട് കാത്തിരിക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. യേശയ്യാ പ്രവാചകനെ നോക്കുക, അദ്ദേഹം പറയുക, ഞാൻ ഇവരെക്കാൾ ഒട്ടും മെച്ചമല്ല. വിശുദ്ധ പൗലോസ്ലീഹ പ്രാർത്ഥിച്ചത് ഈ സമയം നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരണം. എന്താ പ്രാർത്ഥിച്ചത്? പാപികളിൽ ഒന്നാമനാണ് ഞാൻ എൻ്റെ കർത്താവേ, പാപികളിൽ ഒന്നാമനാണ് ഞാൻ. റോമാലേഖനത്തിൽ അദ്ദേഹം പറയുകയാണ്, എളിമപ്പെട്ട് ആ മനുഷ്യൻ പറയുകയാണ്, നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന എൻ്റെ ഉള്ളിൽ തന്നെ എൻ്റെ ദൈവമേ ഞാൻ പാപം കാണുന്നു, എൻ്റെ ഉള്ളിൽ തന്നെ ഞാൻ പാപം കാണുന്നു. എന്തൊരു എളിമയാണെന്ന് നോക്കുക അല്ലേ. ഏലിയ പ്രവാചകൻ ഇതുപോലെ തന്നെ അഗാധമായ എളിമ ഈ മനുഷ്യനുണ്ട്. അത് കാരണം ആ മരുഭൂമിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് അദ്ദേഹത്തെ കടാക്ഷിച്ചു. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവ് അവൻ്റെ അടുത്തേക്ക് വരികയാണ്. കർത്താവ് അവനോട് പറയാണ്, നീ പേടിക്കണ്ട, നീ എഴുന്നേൽക്ക്. കർത്താവ് അവന് ഭക്ഷണം കൊടുക്കുകയാണ്. കർത്താവ് അവനെ കാത്തു പരിപാലിച്ച് കൊണ്ടുപോവുകയാണ്. ഇനി ഏലിയയ്ക്ക് എന്താ സംഭവിച്ചെന്നറിയാമോ സഹോദരങ്ങളെ? രാജാക്കന്മാരുടെ പുസ്തകം എടുത്ത് വായിച്ചാൽ നമുക്ക് കാണാം. അദ്ദേഹം 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ അദ്ദേഹം വചനം പറയുകയാണ്. അദ്ദേഹം ആഗ്നേയ രഥങ്ങളും ആഗ്നേയ അശ്വങ്ങളും ഉള്ള ആഗ്നേയ രഥം, അതായത് അഗ്നി കൊണ്ടുള്ള ഒരു രഥം, അഗ്നി കൊണ്ടുള്ള കുതിരകൾ നമ്മൾ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. നമ്മളിതൊന്നും നമ്മുടെ അനുഭവത്തിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുകയുമില്ല. പക്ഷേ ഈ ഏലിയ പ്രവാചകനെ ദൈവം ഈ മരുഭൂമിയിൽ നിന്ന് പൊക്കിയെടുത്ത് കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് ദൈവം ചെയ്തത് എന്താ? അദ്ദേഹത്തിൻ്റെ തീഷ്ണതയും ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീഷ്ണതയാൽ ഞാൻ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ ആ മനുഷ്യനെ ദൈവം കൊണ്ടുവന്നിട്ട് ഈ അഗ്നിയുടെ രഥത്തിൽ കയറ്റി, അഗ്നിയുടെ അശ്വങ്ങൾ ഓടിക്കുന്ന രഥത്തിൽ കയറ്റി സ്വർഗത്തിലേക്ക് ജീവനോടെ എടുത്തു. ഹല്ലേലൂയ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്തൊരു വലിയ അനുഭവമാണ്. ഇതാണ് കർത്താവിൻ്റെ ഭക്തരെ കർത്താവ് കടാക്ഷിക്കും. അവനെ തൊട്ടാൽ കർത്താവ് അവനെ പ്രൊട്ടക്റ്റ് ചെയ്യും. ബാലിൻ്റെ 400 പ്രവാചകന്മാരും അക്ഷയരദേവിയുടെ 400 പ്രവാചകന്മാരും നിന്ന് പ്രാർത്ഥിച്ചിട്ടും ഒന്നും സംഭവിക്കാതെ ഏലിയ പ്രവാചകൻ പ്രാർത്ഥിച്ചപ്പോൾ എല്ലാം സംഭവിച്ചു. അദ്ദേഹത്തിന് വേണമെങ്കിൽ അഹങ്കരിക്കാമായിരുന്നു, ഞാൻ ഭയങ്കര സംഭവമാണെന്ന്. പക്ഷെ അദ്ദേഹം പറഞ്ഞു തന്നെ, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ, എൻ്റെ ഈ ജനത്തേക്കാൾ ഒട്ടും മെച്ചമല്ല കർത്താവേ. നമ്മുടെ ഉള്ളിൽ ആ ഒരു ചിന്തയാണ്, മറ്റുള്ളവരെക്കാൾ മെച്ചമാണെന്നുള്ള ചിന്തയൊക്കെ എടുത്ത് കളഞ്ഞേക്കണം. എൻ്റെ സഹോദരങ്ങളെ, അവസാനമായി വിശുദ്ധനായ മോശയ്ക്കെതിരെ അഹറോനും മിരിയാമും സംസാരിച്ച സംഭവം നമ്മൾ സംഖ്യയുടെ പുസ്തകം 12-ാമത്തെ അധ്യായം എടുത്ത് വായിച്ചാൽ കാണാം. ദൈവം നേരിട്ട് വരികയാണ് ദൈവത്തിൻ്റെ ഭക്തനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ. മിരിയാമും അഹറോനും നല്ല ആളുകളായിരുന്നു. പക്ഷേ എങ്കിൽ പോലും മോശ എന്ന് പറയുന്ന വ്യക്തിയെ, ദൈവം അത്രയും സ്നേഹിക്കുന്ന ആ വ്യക്തിയെ വാക്കുകൊണ്ട് തൊട്ട് കഴിഞ്ഞപ്പോൾ ദൈവം വന്ന് മിരിയാമിനോടും അഹറോനോടും പറഞ്ഞു, നിങ്ങളുടെ ഇടയിൽ പ്രവാചകന്മാരുണ്ടാകാം, പക്ഷേ മോശ എനിക്ക് പ്രിയപ്പെട്ടവനാണ്, മോശ എനിക്ക് സ്നേഹിതനെ പോലെയാണ്, മുഖാഭിമുഖമാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ദൈവം വന്നവനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടോ, സംരക്ഷിച്ചതുകൊണ്ടോ. മിരിയാമിന് കുഷ്ഠം വന്ന സംഭവം നമ്മളെല്ലാവരും വായിച്ച് പലപ്പോഴും ആകുലപ്പെട്ടിട്ടുള്ളതാണ്. ആകുലപ്പെടേണ്ട ആവശ്യമില്ല. ദൈവത്തിൻ്റെ ഒരു ഭക്തനെ എങ്ങനെ സംരക്ഷിക്കണമെന്നും എങ്ങനെ ഉയർത്തണമെന്നും നമ്മൾ ദൈവത്തിന് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരൊറ്റ കാര്യം ഉണ്ടായാൽ മതി, ദൈവത്തിൻ്റെ ഭക്തരായാൽ മതി. ഒന്നിനും കുറവില്ലാതെ സഹനത്തിൽ പോലും കർത്താവ് നമ്മെ ഉയർത്തി അഭിഷേകം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊള്ളും. സഹോദരങ്ങളെ, നമുക്ക് പ്രാർത്ഥിക്കാം.
എവിടെയൊക്കെയോ നമുക്ക് നഷ്ടപ്പെട്ടു പോയ എളിമ, എവിടേക്കെയോ നമുക്ക് നഷ്ടപ്പെട്ടു പോയ അനുതാപം, വേറൊരാളുടെ വിഷമം കാണുമ്പോൾ കണ്ണു നിറയാതെ പോകുന്ന എൻ്റെ അവസ്ഥകൾ, എൻ്റെ പാപങ്ങൾ സാരമില്ല എന്ന് വെക്കുന്ന എൻ്റെ മനസ്സ്, ദൈവവചനം കേൾക്കുമ്പോൾ ഇതൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ളതാണെന്നുള്ള നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ചില ചിന്തകൾ, ഇതൊക്കെ എടുത്ത് മാറ്റപ്പെടട്ടെ. അവിടെ എളിമയും അനുതാപവും അതുപോലെ കർത്താവിൻ്റെ വചനത്തോടുള്ള ദാഹവും സമൃദ്ധമായി വളരട്ടെ. അങ്ങനെയുള്ളവനെ നമ്മുടെ കർത്താവ് കടാക്ഷിക്കും. ദൈവം നമ്മെല്ലാം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയെ കടാക്ഷിച്ച ഈശോയെ, കർത്താവേ, പിതാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളെ കടാക്ഷിക്കാൻ വേണ്ട എളിമയും അനുതാപവും വചനത്തോടുള്ള വലിയ ദാഹവും നൽകണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നാം എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. ആമേ.